കേരളത്തിൽ 23-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ കേരളത്തിന്റെ പിടിച്ചുകൊണ്ട് അത് പിണറായി വിജയന്റെ 9 വർഷത്തെ ജനദ്രോഹ സർക്കാരിനെതിരായിട്ടുള്ള നിലമ്പൂരിലെ ജനങ്ങളുടെ കാരണത്തുള്ള ആഞ്ഞാടിയുള്ള അടിയാണ്. പിണറായി വിജയന്റെ കാരണത്തുള്ള അടി. സംബന്ധം പറയരുത്. ഒരു ജയശങ്കർ താങ്കളുടെ അവസരത്തിൽ തിരുത്തി പറഞ്ഞു. ഞാൻ പറയുന്നത് തെറ്റാണ്, താങ്കൾ തിരുത്തിക്കോ. ഈ ജയശങ്കർ തൃപ്പൂണിത്തുറയിൽ എം സ്വരാജ് നടത്തിയ വികസന പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞു. ഏത് വികസനം? കേരളത്തിൽ പിണറായി വിജയന് തുടർഭരണം കിട്ടുന്ന 99 സീറ്റിൽ ജയിക്കുമ്പോൾ പോലും തൃപ്പൂണിത്തുറയിൽ സിറ്റിംഗ് സീറ്റിൽ തോറ്റ എം സ്വരാജാണ് മികച്ച സ്ഥാനാർത്ഥി. ജയശങ്കർ വക്കീലിന്റെ വീഡിയോ ഞാനും കണ്ടതാണ്. നിങ്ങൾ അത് കൃത്യമായിട്ടൊന്ന് കേട്ടാ മതി. അരുൺകുമാർ ഒന്ന് നിർത്ത്. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ താങ്കളുടെ അവസരത്തിൽ തിരുത്തു. ഒരു മിനിമം മര്യാദ കാണിക്കൂ. ഈ ചർച്ച കാണുന്ന താങ്കളുടെ പാർട്ടിക്കാർക്കെങ്കിലും താങ്കൾ പറയുന്നത് ശരിയാണെന്ന് തോന്നണ്ടേ? ഒരു മിനിമം മര്യാദ കാണിച്ചോ. മിനിമം മര്യാദ കാണിക്കൂ. ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ ഈ ചോദ്യത്തിനുള്ള മറുപടി നാട്ടുകാർ തന്നോളും. ഇനി ആശാ വർക്കർമാർ എന്തിനു വേണ്ടിയാ സമരം ചെയ്തത്? റബ്ബർ കർഷകർക്ക് 250 രൂപ താങ്ങുവില കൊടുത്തോ? നിങ്ങൾ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് 2500 രൂപ ക്ഷേമ പെൻഷൻ ഉറപ്പ് കൊടുത്തോ? ഇതൊന്നും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. 250 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയിട്ട് എത്ര രൂപ നിങ്ങൾ ചെലവഴിച്ചു? 15 കോടി രൂപ എടുത്ത് കേരളത്തിന്റെ ഹൈവേയുടെ ഓരങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മുഖം അച്ചടിച്ചു വെച്ചില്ലേ നിങ്ങൾ? 200 കോടി രൂപയ്ക്ക് 4ാം വാർഷികം ആഘോഷിച്ചില്ലേ? ചൂരൽമലയിലെ മനുഷ്യർക്ക് നിങ്ങൾ വാടക കൊടുത്തോ? അവരുടെ കിടക്കുന്ന വാടക കെട്ടിടത്തിന്റെ വാടക കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? അത് പറ്റാത്ത സർക്കാരിന്റെ പ്രതിനിധി ഈ അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്താൻ പാടില്ല. നിങ്ങൾ പറയുന്നതെല്ലാം അനാവശ്യമായിരുന്നു. 2 കോടി രൂപയ്ക്ക് റീൽസ് എടുക്കുന്ന മുഖ്യമന്ത്രിയുടെ മരുമകന് മുഹമ്മദ് റിയാസിന് കൊടുക്കുന്ന അടിയാണ്. NH 150 അധികം സ്ഥലത്ത് പൊട്ടിപ്പൊളിഞ്ഞു പോയപ്പോഴും 39 ലക്ഷത്തിന് റീൽസ് എടുത്ത, 2 കോടി രൂപയ്ക്ക് റീൽസ് എടുത്ത ആ മന്ത്രി, ആ മരുമോനും മുഖ്യമന്ത്രിയൊക്കെ ഇന്ന് എവിടെയാ അരുൺകുമാറെ? അവരൊന്നും റീൽസ് എടുക്കണ്ടേ? ഇവിടെ പാവപ്പെട്ടവന് 4 ലക്ഷം രൂപ വീട് വെക്കാൻ കൊടുക്കുന്നത്. നിങ്ങൾ 2 കോടി രൂപയ്ക്കാ റീൽസ് എടുത്തത്. എത്ര ആളുകൾക്ക് വീട് വെക്കാനുള്ള പണം?